ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ. ഇതിൽ നമ്മൾ സാമ്പാർ പൊടിയൊന്നും ചേർക്കണില്ല. സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അത് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പുളി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കാം. പുളി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. സാമ്പാറിന് പുളി ഒത്തിരി അങ്ങ് അധികമായി പോകരുത്. ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇത് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ പുളി നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ അരക്കപ്പ് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പ് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതാ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ഒന്ന് നെടുവേ കീറിയിട്ടിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം കായാണ്. ഇങ്ങനെ കട്ടിക്കായം ചേർക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കട്ടിക്കായ ഇല്ലെങ്കിൽ കായപ്പൊടി ചേർത്താലും മതി. അതിപ്പോൾ ചേർക്കണ്ട, പിന്നീട് നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ആ സമയത്ത് ചേർത്താൽ മതി. മാക്സിമം കട്ടിക്കായം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിലാകുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള പരിപ്പിൻ്റെ വേവിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. പരിപ്പ് നന്നായിട്ട് വെന്തുടയാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. സാമ്പാറിന് ഒത്തിരി കഷ്ണങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ഒരു സബ്ജിയുടെ ടേസ്റ്റ് ആയി പോകും നമ്മുടെ സാമ്പാറിന്. അത് കാരണം കുറച്ച് കഷ്ണങ്ങൾ ചേർത്താൽ മതി. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പകുതി കത്തിരിക്ക, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം വാഴയ്ക്ക, ഒരു ചെറിയ ക്യാരറ്റ്, 2-3 അമരയ്ക്ക, ഒരു മുരിങ്ങയ്ക്ക, പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 10-15 ചെറിയ ഉള്ളി, അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു 5 വെണ്ടയ്ക്ക. ഈ കഷ്ണങ്ങൾ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്ന് വഴറ്റുന്നുണ്ട്. തക്കാളിയും വെണ്ടയ്ക്കയും ഒഴികെ ബാക്കി എല്ലാ കഷ്ണങ്ങളും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റാം. അപ്പോൾ അതാ നമ്മൾ കഷ്ണങ്ങൾ ഒരു 3 മിനിറ്റോളം വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടുതൽ തന്നെ നമ്മുടെ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. തീ കുറച്ച് വയ്ക്കുക. ഇത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ വഴറ്റിയില്ലോ, ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. ഞാൻ തീ ഓഫ് ചെയ്തു. ഇത് നമുക്ക് നമ്മുടെ കഷ്ണത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഇപ്പോൾ ഫുള്ളായിട്ട് ചേർക്കണില്ല, ഒരു പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി അതിയായി പോകണ്ട. അടച്ചു വെച്ച് കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടി തന്നെ ചേർക്കുക. അതിന് കിട്ടുന്ന ടേസ്റ്റ് നമ്മുടെ റെഡിമെയ്ഡ് മല്ലിപ്പൊടിക്ക് ഒരിക്കലും കിട്ടിയല്ല. അത് കാരണം മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ പൊടിച്ച മല്ലിപ്പൊടി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു.
നമ്മുടെ സാമ്പാർ ഇപ്പോൾ കുറച്ച് തിക്കായത് കാരണം ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾ വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുകയാണെങ്കിൽ പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കുറവാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ എല്ലാം കറക്റ്റാണ്. ഞാനിനി പുളി എക്സ്ട്രാ ചേർക്കണില്ല. ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ കഷ്ണമാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഒന്ന് കടുക് വറുത്തിടണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതാ നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വാടി വരണം. അതാ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയുടെ ടേസ്റ്റ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സാമ്പാർ ഒരു 10-15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ചൂടിൽ കിടന്ന് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച്. ബൈ.